അതായത് അപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോയത്. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ നേരെ ട്രക്കിങ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പോയി ഇവിടുത്തെ ഒരു പള്ളിയിലും കയറണം, അമ്പലത്തിലും കയറിയിട്ട് നേരെ ട്രക്കിങ്. അവിടെ കയറ്റുവാന്ന് അറിയാമല്ല, മണ്ണിടിച്ചിലാണെന്നൊക്കെ പറയാനായിട്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കണം. ഇല്ലേ നേരെ പമ്പ് വഴി കയറാനുള്ള മഞ്ഞ് ബ്ലാസ്റ്റ് ചെയ്യും. പുലിയാട്ട് ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിറ്റിക്സ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ശബരിമല വ്ളോഗാണ് കേട്ടോ. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ശബരിമലക്ക് പോകാൻ പോയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് വന്നതാണ് കേട്ടോ. ഒരു ട്രാക്ക് അത്യാവശ്യം നമ്മുടെ അക്കൗണ്ട് റീച്ച് ആയതുമായിരുന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടിയപ്പോൾ നമുക്ക് എന്തോ സ്ട്രൈക്ക് കിട്ടി കേട്ടോ. സ്ട്രൈക്ക് നമ്മൾ അത്യാവശ്യം റീച്ച് ആവുമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു അത്. പക്ഷേ നമുക്ക് സ്ട്രൈക്ക് കിട്ടി, നമ്മുടെ വീഡിയോ ആണല്ലോ ഫുൾ മൂഡ് പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഡൗൺ ആയി നമ്മൾ ഷോ കഴിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ വരാൻ ലാഗായത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഇരുന്നപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഒരു ശബരിമല പോകാൻ പോയാണ് ഗൈസ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഗൈസ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ബെല്ലൈക്കൻ എന്നെ അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫൈ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ മോമെ ബോട്ടിയെത്തിയിലെത്തി കേട്ടോ. ബോട്ടിയെത്തിയിലെത്തി മഴ കാരണം നമുക്ക് കൂടുതൽ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആദിയുണ്ട്, ജ്യോതിഷുണ്ട്, അനിയനുണ്ട്, റൈനിക്സ് ഉണ്ട്. റൈനിക്സ് അങ്കമാലിയിൽ നിന്ന് നമുക്ക് മലക്ക് പോകാൻ വേണ്ടി വന്നേരാ കേട്ടോ. അങ്കമാലിയിൽ നിന്ന് വന്നതാണ്. പിന്നെ ആദർശമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണ് മലക്ക് പോകാൻ പോണത്. 7:45 ബോട്ട് വരാൻ വേണ്ടി. നമ്മളിപ്പോൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ബോട്ടിന്റെ വെളിച്ചം കാണാൻ ദൂരത്തുനിന്ന്. അപ്പോൾ നമ്മൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി ബോട്ടിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബോട്ട് വന്നു ബോട്ട് വന്ന് കേട്ടോ. ബോട്ട് അടുപ്പിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളത് ബോട്ടിൽ വല്ലത് കയറിയിട്ടുണ്ട്. ബോട്ട് ബോട്ട് എടുത്ത് കേട്ടോ. ബോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുമരകത്തറയി കുമരകം അപ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡ് എത്തി കേട്ടോ. നമ്മൾ ഇത് 2 ഓട്ടോ പിടിച്ചാൽ വന്നത്. ഒരു ഓട്ടോയ്ക്ക് 350 വെച്ച് 700 രൂപ കിട്ടുന്നു. നമ്മളിങ്ങനെ കോട്ടയം ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പ്രൈവറ്റ് ബസ് പിടിച്ച് ഇവിടെ എത്താമെന്നാണ് കേട്ടോ. അതുകൊണ്ട് പ്രൈവറ്റ് ബസ് 8 മണി വരെ ഉള്ളത്. ബസ് പോയതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് വന്നത്. ബസ് കിട്ടി കേട്ടോ. എരുമേലി ബസ് കിട്ടി. അപ്പോൾ ഇവിടം വരെ ഉള്ളു. ഇനി നമ്മൾ അടുത്ത ബസ് കയറണം. ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുന്ന് അടുത്ത ബസ് കയറി നേരെ എരുമേലിക്ക് പോകാം. 53 കിലോമീറ്റർ ഉണ്ട് കേട്ടോ എരുമേലിലേക്ക്. അപ്പോൾ നമുക്ക് ഇതുവരെ ബസ് കിട്ടിയിട്ടില്ല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് കിട്ടിയിട്ടില്ല. ഫ്രണ്ടേ കുറച്ച് സ്വാമിയാർ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അവരുടെ റോഡത്തിൽ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങോട്ടാവണം നമ്മൾ അവരുടെ റോഡത്തിൽ. അല്ല, ടൈം എത്ര മണിക്കാ പറഞ്ഞു? പോകുമല്ലോ. ഫുഡ് കഴിക്കാൻ നിർത്തും അല്ലേ? ഫുഡ് കഴിക്കാൻ നിർത്തും. ഓക്കെ. ഫുഡ് കഴിക്കാനായിരുന്നു. അയ്യോ അതല്ല, അതല്ല, അല്ലല്ല, ഒരുപാട് താമസിക്കത്തില്ല. കഴിച്ചിട്ട് പോലും അതെ നിർത്തുമ്പോൾ കഴിച്ചാൽ മതിയോ? പോണ വഴി കഴിച്ചാൽ മതി.
അടുത്ത ബസ് പിടിച്ചിട്ടുണ്ട്. ഇനി നേരെ എരുമേലിലേക്കാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ പോണ വഴി ബസ് നിർത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. നമ്മൾ തൽക്കാലം ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തു കേട്ടോ. ഇനി നമ്മൾ നേരെ എരുമേലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ടൈം ഏകദേശം 10:10 നമ്മൾ അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 12:30 ആ ടൈമൊക്കെ. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി കേട്ടോ. 11 മണിയായി നമ്മളൊരു എരുമേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ ക്ലൈമറ്റ്, കിടിലൻ തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 12 കഴിയുമ്പോൾ നമ്മളവിടെ എത്തും. എല്ലാവരും ഉറങ്ങിയാണ്. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ടാണ് എരുമേലി എത്തിയിട്ടുണ്ട്. നമ്മളത് ഇറങ്ങി ഫോൺ സൂക്ഷിച്ചോ. എരുമേലി കല്ലേലാണ് ഞാനും കയറി ചവിട്ടി. അതിപ്പോൾ നേരെ പോയി ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഇവിടെയുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടാണ് ബ്ലാസ്റ്റ് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നെയ്റോസ്റ്റ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇനി കഴിച്ചിട്ട് ബാക്കിയാണ്. അങ്ങനെ നമ്മൾ എരുമേലി വല്യമ്പലത്തിലെത്തി. അതിപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോയത്. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ നേരെ ട്രക്കിങ് ചെയ്തു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത് ഇവിടെയാണ്. പുറത്തും കാര്യങ്ങളൊന്നും നല്ലോണം റെഡി ആയിട്ടൊന്നും ഇല്ല. എന്നാലും നല്ല കിടിലം മഴയൊക്കെ ഇരുന്നു. അപ്പോൾ മഴയാണെങ്കിൽ എന്നാണ് ആദ്യം ഒരു പറഞ്ഞു. അപ്പോൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അഡീഷണൽ ട്രക്കിംഗ് ഭാഗത്തേക്ക് കൂടി നമുക്ക് നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ എരുമേലിയിൽ നിന്ന് ഇവിടുന്ന് ബസ് കയറി നമ്മൾ മുംബൈ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ നോക്കാം. അപ്പോൾ എന്തായാലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഒരു റൗണ്ട് അടിക്കാൻ പോവുകയാണ്. ജസ്റ്റ് കയറി കറങ്ങിയിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കുറിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പോയി ഇവിടുത്തെ ഒരു പള്ളിയിലും കയറണം, അമ്പലത്തിലും കയറിയിട്ട് നേരെ ട്രക്കിങ്. അവിടെ കയറ്റുമോയെന്ന് അറിയാമല്ല, മണ്ണിടിച്ചിലാണെന്നൊക്കെ പറയണ കേട്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കണം. ഇല്ലേ നേരെ പമ്പ് വഴി കയറാനാണുള്ള. മണ്ണിടിച്ചില്ലെങ്കിൽ ട്രക്കിംഗ് ആയിരിക്കും. അപ്പോൾ അവിടെ നോക്കിയിട്ട് ഇനി പറയാം. ഇന്നലെ ഫുള്ളും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇത് രാവിലെ 6 മണി 6 ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അത് വേറെയാണോ? വേറെ ഗൈസ്, അപ്പം ഇനി ഇവിടുന്ന് ഇറങ്ങി ആദ്യം ആ പള്ളിയിൽ ആദ്യം പള്ളിയിലാണോ പോകണം? യെസ്. അപ്പോൾ ആദ്യം പള്ളിയിൽ പോയിട്ട് അവിടെ ചെന്നിട്ടാണ്. പുലിയായിട്ട് ഇതൊക്കെ ഇനി ഒരു പോസ്റ്റ്. നമ്മള് പള്ളിയിലും കയറി അമ്പലത്തിലും കയറി കേട്ടോ. നേരെ ട്രക്കിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണോ ഒന്നും കറക്റ്റ് അറിയാൻ പറ്റില്ല. ട്രക്കിങ് ഏറ്റവും അറിയാൻ പറ്റില്ല. അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ ട്രക്കിങ്ങിന് ഏറ്റവും വലിയ. അവിടെ ചെന്നിട്ട് നോക്കാം. നമ്മൾ തിരിഞ്ഞിറങ്ങണം. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ഭയങ്കര മഴയാണ്. ആദ്യം പോയി ഫുഡ് എന്തോ ചോദിക്കാം. അപ്പോൾ ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് വേണം. ഇതപ്പോൾ പോസ്റ്റ് ചെയ്യട്ടോ. ഇലമഴി കയറ്റത്തില്ല. അവിടെ ഉരുൾപൊട്ടില്ല.
ഉരുൾപൊട്ടൽ അല്ല ഉരുൾപൊട്ടല്ല, മഴ മഞ്ഞ് ആന. അതെ അതെ, മഴ മഞ്ഞ് ആന. ആന ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതിലും വഴി കയറ്റി വിടുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബസ് കയറി നേരെ പമ്പയിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് മലയേറി ഇറങ്ങാനാണ് പോസ്റ്റേക്ക്. എന്താണ് പറയാനുള്ളത്? വല്ലതും പറയാനുണ്ടോ? അമ്മമാർക്ക് സങ്കടമായി. ഇവന്മാര് 7 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞു റോട്ടിൽ കൂടെ. നിങ്ങൾ ആരെല്ലാം നടക്കണമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. റോട്ടിൽ കൂടെ, കാട്ടിൽ കൂടെ നടക്കാനും ഓക്കെ, റോട്ടിൽ കൂടെ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പമ്പ വഴി പോകാൻ പ്ലാൻ ചെയ്ത് മറ്റേ വഴി കയറ്റി വിടില്ല, കൺഫേം ആയി. നമ്മൾ തിരക്കി. അപ്പോൾ പറഞ്ഞാൽ അതിലെ വഴി കയറ്റി വിടത്തില്ല, കാട്ടാനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാട്ടാന പിന്നെ ഇവനെ കണ്ടിട്ടേ പോകും. ഇവനെ കണ്ടിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് പമ്പ വഴി പോകാൻ പോയി. പമ്പ വഴി നമ്മൾ നേരെ പോയാണ്. അവിടെ ചെന്നിട്ട് ചിലപ്പോൾ വേറൊരു ചെറിയ പ്ലാനിന് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതായത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. കറക്റ്റ് നമ്മൾ കയറി വഴിയെ പറയാം. അത് നമ്മൾ ആദ്യം പോയി കയറി ഇറങ്ങട്ടെ. ശബരിമല കയറി ഇറങ്ങിയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ നേരെ ഇനി ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കിട്ടിയപ്പോൾ നേരെ പമ്പക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കാട് വഴി പോകാൻ നിൽക്കണ കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ആരും കയറ്റി വിടണില്ല. കഠിനമായ മഴ കാരണം ഒന്നും ആരും കയറ്റി വിടണില്ല. അപ്പോൾ കാട് വഴി പ്ലാൻ ചെയ്ത് ടയർ പോയി. അപ്പോൾ കാട് വഴി പോകാൻ പ്ലാൻ ചെയ്തിരിക്കണവർ ഇപ്പോൾ പോകാതിരിക്കണതാണ് നല്ലത്, കയറ്റി വിടത്തില്ല. അതങ്ങനെ നമ്മൾ പമ്പയിലെത്തിയിട്ടുണ്ട്. പമ്പയിലെത്തി ഇവിടുന്ന് കുളിച്ച് നേരെ മലക്ക് കയറാൻ പോയാണ്. സമയം ഏകദേശം 10 മണിയായിട്ടുള്ളൂ. നമ്മൾ രാവിലെ 10 മണിയായപ്പോൾ തന്നെ മലയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ കുളിച്ച് മലക്ക് കയറി കയറും. അപ്പോൾ നേരെ കുളിക്കാൻ പോകുമ്പോൾ കണ്ട് വേറൊരു വഴി കണ്ടുപിടിക്കും. നേച്ചർ വേണ്ട. ട്രക്കിങ് കിട്ടിയില്ലല്ല, ഇതൊക്കെ കാട്. അതെ അതെ, സന്തോഷിക്കും. അനിയസ്വാമി ഉണ്ടോ? അനിയസ്വാമി എടാ, ഇത് കാടല്ലടാ, ഇത് 2 മരേ ഉള്ളു. കാടുണ്ട് ആയിരുന്നല്ലേ. മഞ്ഞുമല ആവുക അല്ലേ? മഞ്ഞുമൽ ബോയ്സ് ആവുക. ഇവിടെ ആരും ഇല്ലാത്ത. നോ ബ്രോ, യു ഗോ ബ്രോ ബ്രോ ബ്രോ. വീഡിയോ എടുക്കുന്നു. വാ വാ വാ, ആരുമില്ല. അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. അപ്പോൾ ക്രൗഡിൻ്റെ ഇടയ്ക്ക് നിന്ന് കുളിക്കാൻ ഷോക്കാണ്. അപ്പോൾ നമ്മൾ ഒറ്റക്കുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ. വെള്ളം കുറവാണ്, ഒഴുക്കം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുടിക്കാൻ പോയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു അണ്ടർ വാട്ടർ ഷോട്ട് നോക്കും. അവിടെയാണോ ഗൈസ്? അപ്പോൾ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറ്റി. ചമ്മിപ്പോയി. എവിടെയുണ്ടാ നീ പറഞ്ഞ? ഓ ഫ്രഷ്. ഇവിടെയൊക്കെ നെഗറ്റീവ് എനർജി. അപ്പോൾ നമ്മൾ മുക്കാൻ പോയാണ് ഗൈസ്. അടിച്ചു പോയാ പോയി. അയ്യോ, അടിച്ചു പോയല്ലേ. ഇത് ഇത്രയും വെള്ളമുള്ള ചേട്ടാ, അതുകൊണ്ട് എങ്ങനെ മുക്കുമെന്ന് അറിയില്ല. മുക്കണ്ടല്ലേ?
ബട്ടർ റോസ് അല്ല ജയിച്ചിട്ടില്ല കണ്ടല്ലേ. ജയിച്ചപ്പോ നമ്മൾ വെള്ളത്തിൽ മുക്കുന്നില്ല കേട്ടാ, ചിലപ്പോ അടിച്ചു തന്നെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തത് അല്ല. ഒഴിക്കോട്ടെ ഒഴിക്കോട്ടെ ഒഴിക്കോട്ടെ. അതെ അതെ അതെ. അപ്പൊ നമ്മൾ അടുത്ത കുളിയെ കഴിഞ്ഞ് നമ്മൾ കയറിയാണ്. ഇനി നേരെ അപ്പുറ സൈഡിൽ പോയി ഒന്നുകൂടി ചിലപ്പോൾ കുളിക്കായിരിക്കും അല്ലേ? കുളിക്കായിരിക്കും ചിലപ്പോൾ ഒന്നുകൂടി കുളിക്കായിരിക്കും. അപ്പുറത്തായിട്ട് പോയി അവിടെ കുളിച്ച് ഇവിടെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം കിടന്ന് ഇവിടെ കുളിച്ച് എനിക്ക് എന്നാൽ അപ്പുറ സൈഡിൽ പോയി ചിലപ്പോൾ ഒന്നുകൂടി കുളിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കയറാൻ പോയി. എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കാണിച്ചത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കുളിച്ചിട്ടുണ്ട്, പമ്പേക്കാരും കുളിച്ചിട്ടുണ്ട്. നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് മലയറാൻ പോയി. അപ്പോൾ നമ്മൾ ഉച്ചക്ക് പോയി ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ച് മലയിലോട്ട് കയറാൻ പോയി. മലയിലോട്ട് നമ്മൾ കയറാൻ പോയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടയറായി. മലയിലോട്ട് കയറാൻ പോയാണ്. ഇല്ലേ ഇവിടെ കയറി വാ. നീലിമലെത്തി. എടാ ഇനി എന്തോരം ഉണ്ടോ? കുറച്ചുള്ളോ? കുട്ടാ 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 അറിയാലോ ചെറുതായിട്ടുണ്ട്. അയ്യ എത്തിയോ? കുറെ നടന്ന് കയറി ക്ഷീണിച്ച് ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകും. ഉണ്ട വഴിപാട് ഇത് നമ്മൾ എറിഞ്ഞു കൊടുക്കണം. അടാ ഇതൊന്ന് വാങ്ങിക്കണം, ഇല്ല ചിലപ്പോ എറിയുമ്പോൾ പോവുക. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് നമ്മൾ എറിഞ്ഞു കൊടുക്കാൻ പോയി. ശബരിപീഠം എത്തി. ശബരിപീഠം എന്റെ ഫോൺ നിൽക്കാൻ അടിച്ചു. എന്തോ കാലുമേല ഇതിപ്പോ മൊത്തത്തിൽ പണി പാളിയാണ്. കാലൊക്കെ പരിവായി ഷോകായി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ ഫുള്ള് പോസ്റ്റായിരുന്നു. നമ്മൾ നേരെ ചെന്ന് ബോട്ട് 7 മണിക്കായിരുന്നു ബോട്ട്.
നമ്മളവിടെ ചെന്നപ്പോൾ ബോട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ 7:45 അവിടുന്ന് കയറി നേരെ ലാസ്റ്റ് പ്രൈവറ്റ് ബസ് കയറിയാണ് നമ്മൾ കോട്ടയം മെയിൻ സ്റ്റാൻഡിലോട്ട് പോകുന്നത്. അവിടെ ചെല്ലാൻ വേണ്ടി 8 മണിക്കായിരുന്നു ലാസ്റ്റ് ബസ്സുള്ള. അങ്ങനെ നമ്മൾ ബോട്ട് കയറി അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 8:30 ഉണ്ടായിരുന്നു. അങ്ങനെ ബോട്ട് മിസ്സായി. അങ്ങനെ മൊത്തത്തിൽ ഫുള്ള് പോസ്റ്റായിരുന്നു. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അവിടെ ചെന്നിട്ട് ഫുള്ള് മഴ കാരണം വീഡിയോ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ പോസ്റ്റായിരുന്നു. അത് പിന്നെ കാലൊക്കെ പരിവായി കേട്ടോ. കാലൊക്കെ നല്ല സീനായിട്ടുണ്ട്. കാലൊക്കെ ഫുള്ള് പൊട്ടി, അടിയിലൊന്നും തൊലിയില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും